നമസ്കാരം. ഋഷിപ്രോക്തം എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സൂര്യന്റെ തേജസ്സും രാജയോഗത്തിന്റെ പ്രകാശവും ഒരുമിച്ച് ചേർന്ന നക്ഷത്രം, അതാണ് ഉത്ര നക്ഷത്രം. ജീവിതത്തിൽ ഉയർച്ചയും ഉത്തരവാദിത്വവും ഒരുപോലെ നൽകുന്ന മഹത്തായ നക്ഷത്രം ഉത്ര നക്ഷത്രം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കൊല്ലവർഷം 1202 പുതുവർഷം ഉത്ര നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്നുള്ള സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലമാണ്. ഉത്ര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കൊല്ലവർഷം 1202 എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും? സമ്പത്ത്, തൊഴിൽ, വിവാഹം, പ്രണയം, കുടുംബം, ആരോഗ്യം, വിദേശയോഗം, ദശാഫലങ്ങൾ, ദോഷപരിഹാരങ്ങൾ എന്നിവയെല്ലാം നമുക്ക് സമ്പൂർണമായി ഒന്ന് വിശകലനം ചെയ്യാം. അതുകൊണ്ട് തന്നെ വിലപ്പെട്ട അറിവുകളുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാനം പറയുന്ന പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമുക്ക് ആദ്യം ഉത്ര നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഉത്ര നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായിട്ട് നേതൃത്വ ശേഷി, അഭിമാനം, നീതിബോധം, കുടുംബസ്നേഹം എന്നിവയൊക്കെ കൂടുതലായിരിക്കും. ഉത്ര നക്ഷത്രത്തിന്റെ 1-ാം പാദം ചിങ്ങക്കൂറിലാണ്, മറ്റു 3 പാദങ്ങൾ കന്നിക്കൂറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചില വ്യത്യാസങ്ങൾ കൂറുഫലങ്ങളിൽ ഉണ്ടാകാം. അതൊക്കെ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. പുതുവർഷത്തിലെ ഉത്ര നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ ഒന്ന് പരിശോധിക്കാം. കൊലവർഷം 1202 ഉത്ര നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനത്തിന്റെ ഫലം നൽകുന്ന വർഷമായിരിക്കും. മുമ്പ് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും ആരംഭിക്കാൻ സാധിക്കും. മനസ്സിൽ പുതിയ ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ്. സമൂഹത്തിൽ അംഗീകാരം വർദ്ധിക്കുന്നതാണ്. അവഗണിച്ചിരുന്നവർ പോലും കഴിവുകളെ അംഗീകരിച്ച് ഈ പുതുവർഷത്തിൽ പ്രശംസ ചൊരിയുന്നതാണ്. പലർക്കും പുതിയ ജോലിയും ഉത്തരവാദിത്വങ്ങളും ഉയർന്ന സ്ഥാനങ്ങളും ഒക്കെ ലഭിക്കാം. ശനിയുടെയും വ്യാഴത്തിന്റെയും ചില സമയങ്ങളിലെ മോശം രാശിയിലേക്കുള്ള സ്ഥിതി മൂലം ചില സമയങ്ങളിൽ മാനസികാസ്വസ്ഥത, ഏകാന്തത, വിശ്വാസവഞ്ചന എന്നിവയൊക്കെ അനുഭവവേദ്യമായേക്കാം. ആദിത്യ ഹൃദയം പുണ്യം, സർവശത്രു വിനാശനം, ജയാവഹം ജപേ നിത്യം, അക്ഷയ്യം പരമം ശിവം. ആദിത്യ ഹൃദയം സ്ഥിരമായി ജപിക്കുന്നവർക്ക് ശത്രുനാശവും വിജയവും മനഃശാന്തിയും ലഭിക്കുന്നതാണ്. ഇത് ആദിത്യ ഹൃദയ സ്തോത്രത്തിൽ നിന്നുള്ള ശ്ലോകം തന്നെയാണ്. ആദിത്യ ഹൃദയം പുണ്യം, സർവശത്രു വിനാശനം, ജയാവഹം ജപേ നിത്യം, അക്ഷയ്യം പരമം ശിവം. ഇനി ഉത്ര നക്ഷത്രക്കാരുടെ തൊഴിൽ, ബിസിനസ് തുടങ്ങിയ മേഖലകൾ പുതുവർഷത്തിൽ എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. ഈ വർഷം ഔദ്യോഗിക രംഗത്ത് പൊതുവെ നല്ല പുരോഗതി ലഭ്യമാകുന്നതാണ്. സർക്കാർ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നവർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. കൂടാതെ സഹകരണം, ഭരണരംഗം, വിദ്യാഭ്യാസം, ബാങ്കിങ്, നിയമം തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മികച്ച അവസരങ്ങൾ വരുന്നതാണ്. മുൻപ് തടസ്സപ്പെട്ടിരുന്ന പ്രമോഷനൊക്കെ സജീവമാകുന്നതാണ്. വിദേശ ജോലി അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട കരാറുകളിലൊക്കെ വേഗത്തിൽ ലഭിക്കുന്ന വർഷമാണ്. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ബിസിനസ് കൂടുതൽ വിപുലീകരിക്കാനും പുതിയ ശാഖകൾ ആരംഭിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വിദേശ വ്യാപാരത്തിൽ നേട്ടമുണ്ടാകുന്നതാണ്. ഓൺലൈൻ ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകുന്നതാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതാണ്. എന്നിരുന്നാലും അമിത ആത്മവിശ്വാസം കാരണം ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കരാറുകളിലും മറ്റും ഒപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി സാമ്പത്തിക കാര്യങ്ങൾ പുതുവർഷത്തിൽ ഉത്ര നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. സാമ്പത്തിക നില പൊതുവെ ഉത്ര നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കും. പലർക്കും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. പഴയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം വരുന്നതാണ്. ഭൂമി, വീട്, വാഹനം സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. കുടിശ്ശിക പണമൊക്കെ തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. എന്നിരുന്നാലും വർഷത്തിന്റെ മധ്യത്തിൽ ചികിത്സാ ചെലവ് വർദ്ധിക്കുക, വാഹന ചിലവ്, കുടുംബ ആവശ്യങ്ങൾ, മക്കളുടെ പഠന ചിലവ് എന്നിവയൊക്കെ ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവയൊക്കെ മൂലം അല്പം സമ്മർദ്ദവും സാമ്പത്തികപരമായി ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ അനാവശ്യ ചെലവുകളൊക്കെ ഒഴിവാക്കുക. ഇനി ഉത്ര നക്ഷത്രക്കാരുടെ കുടുംബം, പ്രണയം, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ പുതുവർഷത്തിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കുന്നതാണ്. ജീവിത പങ്കാളിയുമായിട്ടുള്ള അടുപ്പം കൂടുതൽ മെച്ചപ്പെടുന്നതാണ്. മുമ്പുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ പോലും മാറുന്നതാണ്. പലർക്കും പുതിയ വീട് വാങ്ങുക, വാഹനം വാങ്ങാനും കുടുംബവുമായി ഒത്തുചേർന്ന് യാത്ര നടക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവാഹം വൈകിയിരുന്നവർക്ക് ഈ വർഷം വിവാഹയോഗം ഉണ്ടാകുന്നതാണ്. ഉത്രത്തിന്റെ സൂര്യകിരണമാം പ്രകാശം വീണിടുന്ന വഴികളിൽ ഉയർച്ചകൾ വിരിയും. ഈ പുതുവർഷ കാലയളവിൽ ധൈര്യത്തോടെ മുന്നേറുക, ഭക്തിയോടെ ജീവിക്കുക. ദൈവാധീനം നിങ്ങളെ കൈപിടിച്ച് ഉയരങ്ങളിൽ എത്തിക്കും. ഇനി ഉത്ര നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ ആരോഗ്യ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. സൂര്യന്റെ സ്വാധീനമുള്ള വർഷമാണ്. അതുകൊണ്ട് തന്നെ തലവേദന, രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനം, കണ്ണിന് അസ്വസ്ഥത, അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉറക്ക
ഉറക്കക്കുറവ് ഇവയൊക്കെ ഉണ്ടായേക്കാം. പിതാവിന്റെ ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. രാവിലെ അല്പസമയം സൂര്യനെ നോക്കി യോഗയോ സൂര്യ നമസ്കാരമോ ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. സൂര്യപ്രകാശം പതിവായി ഏൽക്കുക. കൂടാതെ യോഗ, ധ്യാനം, പ്രാണായാമം എന്നിവയൊക്കെ ശരീരത്തിന് കൂടുതൽ ഗുണകരമാകും. ഇനി കൂറ് അടിസ്ഥാനപ്പെടുത്തി ചില മാറ്റങ്ങളുണ്ട്, അതൊന്ന് എടുത്ത് നമുക്ക് പറയാം. ഉത്തര നക്ഷത്രത്തിന്റെ 1-ാം പാദം ചിങ്ങക്കൂറിലാണ് വരുന്നത്. അവരെ സംബന്ധിച്ച് സമൂഹത്തിൽ മാനവും പ്രശസ്തിയും വർദ്ധിക്കുന്ന വർഷമാണ്. സർക്കാരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയ തൊഴിലുകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയ ഭരണ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. വിദേശ യാത്രയ്ക്കും അവസരങ്ങൾ വർദ്ധിക്കും. എന്നാൽ അഹങ്കാരം നിയന്ത്രിക്കുക. ഇനി കന്നിക്കൂറിൽ വരുന്ന 2, 3, 4 പാദങ്ങൾ ഉത്തര നക്ഷത്രക്കാര് എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. കഠിനാധ്വാനത്തിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. കൂടുതൽ യാത്രകൾ ആവശ്യമായി വരും. തൊഴിൽ മേഖലയിലും ചില മാറ്റങ്ങളൊക്കെ വന്നു എന്ന് വരാം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. ചൊവ്വാദശയും വ്യാഴദശയും ഒക്കെ അനുഭവത്തിലുള്ളവർക്ക് ദോഷം വർദ്ധിച്ചേക്കാം. മറ്റുള്ളവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ചൊവ്വാദശയാണ് എങ്കിൽ കോപം നിയന്ത്രിക്കുക. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. വാഹനം കൈകാര്യം ചെയ്യുന്നവർ വിശിഷ്യ നല്ല ശ്രദ്ധ കൊടുക്കുക. ബന്ധങ്ങളിൽ അകലം വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. വാക്കും പ്രവൃത്തിയും അത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കുക. ശിവഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും വിളിക്കുക. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും രക്ഷ നേടാൻ സാധിക്കും. വ്യാഴദശയെ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്, കരുതലെടുക്കുക. കുടുംബത്തിൽ ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. മനസ്സിൽ ചില ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകാം. അതേപോലെ തന്നെ വിശ്വസിക്കുന്നവരിൽ നിന്നും ചില അകൽച്ചകൾ മനസ്സിനെ നിരാശപ്പെടുത്തിയേക്കാം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. പുതുവർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഗുരുവായൂർ ദർശനം നടത്തുക. മറ്റ് ദശാകാലങ്ങളുള്ളവർക്ക് പൊതുവെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക പുരോഗതിയും തൊഴിൽ ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. കുടുംബ സൗഖ്യവും ആത്മീയ വളർച്ചയും ഉണ്ടാകുന്നതാണ്. ഇനി പ്രത്യേകമായി എല്ലാവരും ചെയ്യേണ്ട ശക്തമായിട്ടുള്ള ദോഷപരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സൂര്യഭജനം പതിവാക്കുക. ഞായറാഴ്ച ദിവസമെങ്കിലും പ്രത്യേകം സൂര്യനെ പ്രാർത്ഥിക്കുക. സൂര്യ നമസ്കാരം ചെയ്യുക. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. അത് സംസ്കൃത ശ്ലോകം തന്നെ ജപിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. സൂര്യഭഗവാന് ജലം അർഘ്യമായി നൽകുക. ഇത് രാജയോഗത്തെ വർദ്ധിപ്പിക്കുന്ന ഫലം തരും. പതിവായി ശിവക്ഷേത്ര ദർശനം നടത്തുക. ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ധാര വഴിപാടായി നടത്തുക. കൂടാതെ കൂവളമാല, രുദ്രാഭിഷേകം തുടങ്ങിയവയും ഗുണം ചെയ്യുന്നതാണ്. ഇതുമൂലം തടസ്സങ്ങളെല്ലാം നീങ്ങി എല്ലാ കാര്യത്തിലും ഒരു അനുകൂല അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കൂടാതെ ശാസ്താപ്രീതി പതിവാക്കുന്നതും വളരെ ഗുണപരമാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമിക്ക് എള്ളുതിരി കത്തിക്കുക. എള്ളു പായസം വഴിപാടായി നടത്തുക. ഇത് ശനിദോഷത്തിന്റെ കാഠിന്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും. വിശേഷമായി സൂര്യനെ നോക്കി എല്ലാ ദിവസവും 12 പ്രാവശ്യം ഓം കൃണി സൂര്യായ നമഃ എന്ന മന്ത്രത്തെ ജപിക്കുക. ഉത്തര നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1202 ആണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഫലം ലഭിക്കുന്ന വർഷമാണ്. വിശ്വാസവും ഭക്തിയും കൈവിടാതെ മുന്നോട്ട് പോകുക. വലിയ ഉയർച്ചകൾ നിങ്ങളെ തേടി ഈ വർഷം എത്തും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും തുടർന്ന് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.